ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ന്യൂ ഇയർ വ്ളോഗ് ജനുവരി 31 ഇടുന്ന ലോകത്തിലെ ആദ്യത്തെ യൂട്യൂബർ അല്ലെങ്കിൽ ഒരു വ്ളോഗർ ഞാനായിരിക്കും. അപ്പോൾ ഒരുപാട് ഡിലേ, ഐ എം സോ സോറി ഫോർ ദാറ്റ്. അപ്പോൾ നമ്മൾ ആ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാണ്. അങ്ങനെ എല്ലാം കൂടി എടുക്കാൻ പാടില്ല. എല്ലാം കൂടി എടുക്കാൻ പറ്റില്ല. നോക്ക്, രണ്ട് കളർ ഒന്നിച്ചാക്കി മിക്സ് ആക്കി നിങ്ങൾക്ക് അമ്മ എടുത്തു തരാം. യെസ്, അപ്പം ഞാൻ എന്താ റെഡിയായി. അപ്പം നമ്മളിവിടെ തൊട്ടപ്പുറത്ത് തന്നെ ചെറിയൊരു ഈവനിങ് പരിപാടിയുണ്ട്. ഫോണുണ്ടോ കയ്യില്? ഇത് ഞങ്ങൾ രണ്ടുപേരും ഇവിടെ റെഡി ആയി ഇരിച്ചാണേ. ഞങ്ങൾ വയനാട്ടിലാണേ. എവിടെയാണ് ഇപ്പം? അപ്പം ഞങ്ങൾ ചെറിയൊരു പ്രോഗ്രാം, കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഈവനിങ് ഒരു ഡിന്നർ, അങ്ങനത്തെ ചെറിയൊരു പരിപാടി. കഴിഞ്ഞ വർഷത്തെ വ്ളോഗ് കണ്ടിട്ടില്ലാത്തവർ അതുകൂടെ കണ്ടു നോക്കുക. ചെറിയൊരു പ്രൊമോഷൻ. ഓക്കെ, വെൽ, അപ്പം ഞാൻ എന്താ റെഡിയായി ഇറങ്ങിയിട്ടുണ്ട്. ഇത്തവണ അങ്ങനെ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് മുകളിൽ മാത്രം ഐലൈനർ കൊടുത്തിട്ടുണ്ട്. പിന്നെന്താ, ഒന്ന് ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഹെയർ ലൂസായിട്ട് അഴിച്ചിട്ടു. നമ്മുടെ ഇവിടെ പെൻഡൻറ്റ്, ആമസോണിലെ ടോപ്പ്, പിന്നെ ഒരു ജീൻസ്, അത്രേ ഉള്ളൂ. യെസ്, അപ്പം തോന്നി ഐസ് ഭയങ്കരമായിട്ട് ഇങ്ങനെ വൈറ്റിഷ് ആയിട്ടിരിക്കുന്ന പോലെ. ഞാൻ ഇവിടെയും കൂടെ ഒന്ന് ജസ്റ്റ് ഒരു സൈഡ് മാത്രം ഒന്ന് പോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പം ഒരു ഉണർവുണ്ടോ? കണ്ണാ ഇപ്പം വരാട്ടാ. ജസ്റ്റ് ഒന്ന് പോപ്പ് ചെയ്യാൻ വേണ്ടി മാത്രം ഒന്ന് ഐസ് എഴുതി കൊടുത്തിട്ടുണ്ട്. ഫുൾ എഴുതണില്ല, ഒരു ഹാഫ്. കണ്ണട വെച്ചേക്കാം. അയ്യോ ക്ലിപ്പ് പോടാ വെച്ചേ മോൻ്റെ ക്ലിപ്പ്, എന്താ പറയുക, ക്ലിപ്പ് സ്ലൈഡ്. അപ്പോൾ ഇതാണ് ന്യൂ ഇയറിൻ്റെ പ്രത്യേകതയുണ്ട്. നമ്മൾ റെഡി. ചാറ്റ പറയും പാട്ട് കാണാൻ പോവാ പറയും. പാട്ട് പാടാനല്ല, പാട്ട് കാണാൻ പോവാ പറ. പാട്ട് കാണാൻ പോവാ, പാടാൻ പറ്റില്ല, സോറി. അപ്പോൾ ഇതാ അവിടെയാണ് ഫംഗ്ഷനുകൾ കാണുന്നുണ്ട്. ലൈറ്റ് അത്ര അടുത്താണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് പോയി കണ്ടിട്ട് വരാം. ഇനി പിരിട്ടതുകൊണ്ട് എന്നെ കണ്ടല്ലോ, അല്ലെങ്കിൽ ഓക്കെ. അതാ നമ്മൾ പോവാണ്. ഇറങ്ങുന്നു, നടക്കുന്നു, എത്തുന്നു. അവിടെയാണ് കേട്ടോ. ഓക്കെ, പിന്നെ അവിടെ തിരികാണ്. 9 വർഷം മൈത്രി വില്ലേജ് റിസോർട്ടിലായിരുന്നു ബർത്ത്ഡേ ഈവനിങ്. ചുളിയിൽ ഒപ്പിക്കുക, അതന്നെ. അന്ന് ശ്രേയക്കുട്ടിയുടെ പട്ടായിരുന്നു. ഇതാണ് റിസോർട്ട്, മാറി മെഡോസ് വീട്, നമ്മുടെ വീട്. നമ്മളിതാ ഇവിടെ എത്തി. പൊളി അറേഞ്ച്മെന്റ്സ് ഒക്കെ ഉണ്ട് ഇവിടെ. കൂടുതലും വില്ലാസാട്ടാ. പാട്ടുണ്ടോ അവിടെ? വാവ്, നല്ല ലൈറ്റ്. ഇവിടെ പൂളുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം നമ്മളിതാ ഇവിടെ നിന്ന് ഇറങ്ങി. ഇനി ഡിന്നർ പുറത്തുനിന്ന്. പാട്ട് കണ്ടോ? പിന്നെ ആരെയാ കണ്ട അവിടെ? ഏത് പട്ടിമ്പൂനെയാ കണ്ടേ? ആപ്പിൾ പട്ടിമ്പൂനെ കണ്ടു. നിങ്ങൾ കയറാം, അറിയില്ല, പോവാം. ഫോട്ടോ അല്ല കേട്ടോ. തിരിച്ചെത്തി. കോപ്പിറൈറ്റ് വരുമോ? പാട്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ അത്രയുള്ള എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ, ഗുഡ് നൈറ്റ്. അപ്പോൾ അന്ന് തന്നെയായിരുന്നു എൻ്റെ ബർത്ത്ഡേയും. അപ്പോൾ ഒരു കുട്ടി കേക്കൊക്കെ എനിക്ക് സർപ്രൈസ് ആയിട്ട് സെറ്റാക്കി വെച്ചതാണ്. പക്ഷേ ഞാൻ പല്ലുവേദന എടുത്തിരിക്കുകയായിരുന്നു. എനിക്കൊരു 11:30 ആയപ്പോൾ തുടങ്ങി. അപ്പോൾ അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ട് പോയി. ഭക്ഷണം കഴിച്ച് വന്നപ്പോൾ തൊട്ട് വയ്യാണ്ടായി. ഇത് മാറ്റി വയ്ക്കേണ്ടി വരും. Happy birthday to you. Happy birthday to you.
Happy birthday to you. പല്ലുവേദന ആയതുകൊണ്ട് മധുരം കഴിക്കാൻ നിർബന്ധിക്കുന്നില്ല. നല്ല തുടക്കം, അതെ നല്ല പല്ലുവേദന ഒന്നാക്കിയായിട്ട്. കുഴപ്പമില്ല. നല്ല പല്ലുവേദനൻ്റെ കൂടെയാണ് ഗിഫ്റ്റ് കൊടുക്കുന്നത്. നല്ല പിറന്നാളും നല്ല ന്യൂ ഇയറും. ഗുളിക കഴിച്ചിട്ടും ഒരു കുറവുണ്ടായില്ല. അതാണ് എക്സ്പ്രഷൻ ഇല്ലാതെ. ഞാൻ ടൈറ്റാൻ റാഗയുടെ വാച്ച് കുറേ കാലങ്ങളായിട്ട് ഓൾമോസ്റ്റ് ഒരു 1 year എബോവ് ആയിട്ട് നോട്ടിട്ട് വെച്ചതാണ്. കഴിഞ്ഞ ബർത്ത്ഡേക്ക് ഞാനത് മേടിക്കാൻ പ്ലാൻ ചെയ്തതാണ്. ഞാൻ തന്നെ ഷോപ്പിൽ പോയിട്ട് വാങ്ങിക്കാൻ നിന്നതാണ്. പിന്നെ അത് വേണ്ട, പിന്നെ വാങ്ങിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ മാറ്റി നിർത്തി. അങ്ങനെ ഈ ബർത്ത്ഡേക്ക് അത് സർപ്രൈസ് ആയിട്ട് വാങ്ങിച്ചത്. Happy birthday to you. Happy birthday to you. Happy birthday to നിച്ചപ്പൻ. അമ്മയ്ക്കല്ലേ? അത് മുറിച്ചതാ. ഞാൻ കുടിച്ചോളാം. ബാക്കി ഞാൻ കഴിച്ചോളാം. അമ്മച്ചി തരും. മോള് ഞാൻ മതി. അതിന്റെ മതി. ആരുടെ ബർത്ത്ഡേ? നമുക്ക് ഉമ്മ തരും. എന്റെ ബർത്ത്ഡേ കുറച്ച് കഴിയുമ്പോ വരെ കേട്ടച്ചാ. എന്റെ ബർത്ത്ഡേ മെയ് 19. മമ്മിയുടെ നാളേതാ? പൊന്നിയുടെ നാളേതാ? വെരി ഗുഡ്. എന്താ? വെരി ഗുഡ്. വെരി ഗുഡ്. നിച്ചപ്പന അറിയാം. ഹലോ ഹലോ. അപ്പം നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ്. ചുമ്മാ അവിടെ നിന്ന് പുറത്ത് പോയിട്ട് വരാം. ഫുഡ് കഴിച്ചിട്ടില്ല. സമയത്തറിയുന്നല്ലോ, 2:30 മണിയായി. എനിക്കും വിശക്കണില്ല. അതാണ് നോക്കും. ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ടുണ്ടെങ്കിലും വണ്ടി ഓടിക്കാറുണ്ടെങ്കിലും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടൊന്നും ഓടിക്കാറില്ല. അതായത് ഒരു ട്രാവലിൽ ഫുള്ള് നമ്മൾ ഓടിക്കുക, അല്ലെങ്കിൽ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് ഫുള്ളായിട്ട് ഓടിക്കുക, അങ്ങനെ ഓടിക്കാറില്ല. ചെറിയ ചെറിയ പോർഷൻസ് മാത്രമേ ഞാൻ ഓടിക്കാറുള്ളൂ. അപ്പോൾ അന്ന് എനിക്ക് ആഗ്രഹമായിരുന്നു, ന്യൂ ഇയർ ആണ്, ബർത്ത്ഡേ ആണ്, അപ്പോൾ എനിക്ക് എന്തായാലും ഫുൾ ഡേ ഞാൻ തന്നെ ഡ്രൈവ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഓടിക്കാൻ വേണ്ടി എടുത്തത് കേട്ടോ. അപ്പോൾ അന്നത്തെ ഫുൾ എവിടെയൊക്കെ പോയിട്ടുണ്ടോ അവിടെയൊക്കെ ഞാൻ തന്നെയാണ് ഡ്രൈവ് ചെയ്യുക എന്നുള്ളൊരു എയിമിലാണ് ഞാൻ ഇറങ്ങിയത്. ആൻഡ് എൻ്റെ ഡ്രൈവിംഗ് സ്റ്റോറിയും കൂടെ ഞാനൊന്ന് പറയണമെന്ന് വിചാരിച്ചു. പക്ഷെ വോയിസ് ഭയങ്കരമായിട്ട് കാറ്റടിച്ച് ഡിസ്റ്റർബൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് വോയിസ് ഓവർ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു സ്റ്റോറി പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ അന്ന് തന്നെ ആ സ്റ്റോറി പറയാൻ വേണ്ടി ഞാൻ മുടിയൊക്കെ അയച്ചിട്ടതാണ്. മറ്റേത് എനിക്കൊരു ലുക്കില്ല എന്നൊക്കെ തോന്നിയപ്പോൾ ഞാൻ മുടിയൊക്കെ അയച്ചിട്ട് കഥ പറയാൻ എന്താണ്. പക്ഷെ ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്. ചെറുമലയെ പറ. നമ്മൾ ഇതിലാണ് എത്തിയിട്ടുള്ളത്. ഇതിലെ പോണോ? വെള്ളം പോയി അതൊന്നും ആയിരുന്നില്ല. ഇതൊരു അടിപൊളി ഏരിയ ആണ്. പക്ഷെ ഒരു ടൂറിസ്റ്റ് സ്പോട്ട് അല്ലാത്തതുകൊണ്ട് തന്നെ അധികം ആളുകൾ എത്തിപ്പെടുന്നില്ല. അറിയുന്നവരും ആ ഒരു പരിസരത്തുള്ളവരും അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു കേട്ടും വരുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. കുളിക്കാനൊക്കെ വരാം. നല്ല അടിപൊളി വെള്ളമാണ്. നമുക്ക് ആ പാറക്കെട്ടിലിൻ്റെ അടിയിലൊക്കെ ഇരുന്ന് ഇങ്ങനെ കുളിക്കാൻ പറ്റും. നല്ലൊരു ഏരിയ ആണ്. അവിടെ ഒരു പട്ടി വന്നിട്ടുണ്ട്. മനുഷ്യന്മാരില്ലെന്തോ ഭയങ്കര ഉള്ളേരി. അതെ, കാര്യമായിട്ട് ന്യൂ ഇയർ ആരും ആഘോഷിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് ആരും എത്തിപ്പെടില്ലല്ലോ. സേഫല്ലേ? ആൾക്കാരൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമ്മളിതാ ഇങ്ങനെ ചാടി അഡ്വഞ്ചർ സെറ്റ് അങ്ങോട്ടൊക്കെ പോകാൻ പോകുന്നു. എന്തായാവോ എന്തോ എന്തായാലേ നമുക്കൊക്കെ ഒന്ന് കെട്ടി സെറ്റാക്കട്ടെ, കഴിയും ബെറ്റർ. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇവിടെ കയറി ഇത് അവിടെ ഒരാളവിടെ പോയി ഇരിപ്പായി. ഇവിടെ തണുത്തിട്ട് കഴിയുക. അയ്യോ തണുക്കണം എങ്കിലും പോവാം. എൻ്റെ വിചാരം സ്ലീവ്ലെസ് ഇട്ടുകൊണ്ടും ആ ഒരു ഈവനിങ്ങിൻ്റെ ഒരു ക്ലൈമറ്റിലുള്ള ചേഞ്ച് കൊണ്ടുള്ള തണുപ്പാണെന്നായിരുന്നു. പക്ഷെ അല്ല, പനി വരുന്നതിൻ്റെ ഒരു സിംറ്റം ആയിരുന്നു. ഭയങ്കര ടയേർഡായിട്ടുണ്ടായി.
അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി ഒരു കോഫി കുടിക്കാമെന്ന് വിചാരിച്ചു, ഒന്ന് ചൂടാൻ വേണ്ടി. കാരണം ഒന്നും ഭക്ഷണമൊന്നും കഴിച്ചിട്ടുമില്ല. അപ്പോൾ ബോഡിക്കൊരു ഉഷാറ് കിട്ടിക്കോട്ടെ വെച്ചിട്ട് ഇതാ കോഫി ഓർഡർ ചെയ്തു, ദോശ ഓർഡർ ചെയ്തു, പക്ഷെ കോഫി മാത്രം കുടിച്ചു. അങ്ങനെ വീട്ടിലേക്ക് പോയി. തീരെ വയ്യാണ്ടായി. പിന്നെ ഒരു കിടപ്പായിരുന്നു. ഒരു 6:30 വീട്ടിലെത്തിയെന്ന് തോന്നുന്നു. 6 മണി 6:30 എത്തിയിട്ടുണ്ട്. കേക്ക് കട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് നേരത്തെ പോകുന്നത്, പക്ഷെ ഫുള്ള് കിടക്കലായിരുന്നു. അപ്പോൾ ഇതാ ഈ പ്രളയനായിരുന്നു നമ്മുടെ ന്യൂ ഇയർ ആൻഡ് ബർത്ത്ഡേ കേക്ക് എന്ന് പറയുന്നത്. പക്ഷെ കട്ട് ചെയ്തത് 3-ാം ദിവസമാണ്. അപ്പോഴാണ് ഒന്ന് തല പൊങ്ങിയത്. പിന്നെ വയനാട്ടിൽ നിന്ന് ഞാൻ വീട്ടിലേക്ക് എത്തുന്നത് എനിക്ക് തോന്നുന്നു 8-ാം തീയതിയോ 9-ാം തീയതി കണ്ടാണ്. അപ്പോൾ അത്രയും ദിവസം റെസ്റ്റ് തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് വന്നു. വീഡിയോ ആണെങ്കിൽ ഹസ്ബൻഡിൻ്റെ ഫോണിലെടുത്തായിരുന്നു. അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് കിട്ടിയത്. അതുകൊണ്ടാണ് ഇത്ര ലേറ്റായത്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ന്യൂ ഇയർ കം ബർത്ത്ഡേ. നമുക്കിനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ടാറ്റാ ബൈ ബൈ.